കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിൽ വൻ അശാസ്ത്രീയത. 3000 വോട്ടർമാരുള്ള വാർഡുകളും 12,000 വോട്ടർമാരുള്ള വാർഡുകളും കോർപ്പറേഷനിലുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് വാർഡ് വിഭജിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന നടപടികളെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. നടക്കാവ്, മാവൂർ റോഡ്, കുറ്റിയിൽ താഴം, കാരപ്പറമ്പ് എന്നീ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം 4000-ന് താഴെയാണ്. എന്നാൽ മുഖദാർ വാർഡിൽ 12,000-വും കുറ്റിച്ചിറ, ബേപ്പൂർ, മാറാട് വാർഡുകളിൽ 10,000-തോളമാണ് വോട്ടർമാർ. 4000 വോട്ടർമാരുള്ള 10 വാർഡുകളും 5000 വോട്ടർമാരുള്ള 22 വാർഡുകളും കോർപ്പറേഷന്റെ തന്നെ ഭാഗമാണ്. ജനസാന്ദ്രത പരിഗണിക്കാതെ വീടുകളുടെ എണ്ണം മാത്രം പരിഗണിച്ചതാണ് വലിയ അന്തരത്തിന് കാരണം. ഒരു വാർഡിൽ ശരാശരി 2223 വീടുകളെന്നായിരുന്നു മാനദണ്ഡം. എന്നാൽ അതും പാലിക്കപ്പെട്ടിട്ടില്ല. ചില വാർഡുകളിൽ 3000-തോളം വീടുകളുണ്ടെങ്കിൽ ചില വാർഡുകളിൽ 1500-ൽ താഴെ വീടുകൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. വാർഡ് വിഭജനത്തിന് നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ 99% ഒരു യൂണിയനിൽപ്പെട്ടാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരാണ് വാർഡ് വിഭജന നടപടികളെടുത്തതെന്നും CPM പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നും കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച വാർഡ് വിഭജനത്തിനെതിരെ UDF നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഈ മാസം അവസാനം വിധി പറയും. 3000 വോട്ടർമാരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു കൗൺസിലറുള്ള അതേ കോർപ്പറേഷനിൽ തന്നെയാണ് 12,000 വോട്ടർമാർക്ക് ഒരു കൗൺസിലർ ഉള്ളതും. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ജനങ്ങളുടെ അവകാശങ്ങൾ ഒരു പരിഗണനയായി മാറുന്നില്ല എന്നതാണ് വസ്തുത. മുഷ്താഖ് വള്ളിക്കൊന്നിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.